ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർ മരിച്ചു. 2 ഒമാൻ പൗരന്മാരും 3 UAE സ്വദേശികളാണ് മരിച്ചത്. 11 പേർക്ക് പരിക്കേറ്റു. സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ റോഡിൽ മക്ഷന് സമീപം ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു ദാരുണമായ അപകടം നടന്നത്. 3 UAE പൗരന്മാരും 2 ഒമാൻ പൗരന്മാരുമാണ് അപകടത്തിൽ മരിച്ചത്. പരിക്കേറ്റവരിൽ 9 UAE സ്വദേശികളും 2 ഒമാനികളും ഉൾപ്പെടുന്നുണ്ട്. ഇവരിൽ 5 പേർ കുട്ടികളാണ്. ഇവരുടെ നില ഗുരുതരമല്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 3 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് റോയൽ ഒമാൻ പോലീസ് അറിയിക്കുന്നത്. റോയൽ ഒമാൻ പോലീസും CDAയും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. ഖരീഫ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഇവിടങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെയും സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തുമ്രയിലെത്തിച്ച മൃതദേഹങ്ങൾ സലാല സുൽത്താൻ കാബൂസ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഖരീഫിനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക വിവരം. കഴിഞ്ഞ ആഴ്ച ഒമാനിൽ ബസ് അപകടത്തിൽപ്പെട്ട് 3 കുട്ടികളും ഡ്രൈവറും മരണപ്പെട്ടിരുന്നു. ഇസ്കി ഗവർണറിലെ അൽ റുസിസ് മേഖലയിലായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബസ് പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് സലാലയിൽ നിന്നുള്ള മടക്കയാത്രയിൽ മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 4 വയസ്സുകാരി മരിച്ചിരുന്നു. മീഡിയ 1 മസ്കത്ത്.